ഹേയ് പ്രഭു. ഹലോ, കുണ്ടുവാവ രാവിലെ എണ്ണീറ്റായിരുന്നു. ഉറക്കമൊക്കെ സുഖമായിരുന്നല്ലേ? എന്നാ പിന്നെ താരമായിട്ട് കയറി വരട്ടെ മാറ്റക്കണേ. ഷെടാ എടാ വരുവാ 5 മിനിറ്റ്. എന്നാ പിന്നെ വേര് കളിപ്പിക്കാതെ ഒന്ന് ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഞാൻ നൊരുങ്ങട്ടറാ. ായിട്ടുണ്ടല്ലോ ആണല്ലേ? വിടളിയാ. പിന്നല്ല. ഇതെങ്കിലും നടന്നാ മതിയായിരുന്നു. ഓ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ലേറ്റ് ആയി നമ്മളോ? ലേറ്റ് ആടാ. ഏയ് ലേറ്റ് ആയിട്ടില്ലല്ലോ. നമ്മൾ 10 മണിക്കല്ലേ ചെല്ലാന്ന് പറഞ്ഞേ. ഇപ്പൊ 12 മണിയല്ലേ ആയിട്ടുള്ളൂ. ഒട്ടും ലേറ്റ് ആയിട്ട്. പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് നിന്റെ 23ാമത്തെ പെണ്ണ് കാണാനാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് ഒന്നും സംസാരിക്കും. ഞാൻ സംസാരിച്ചോളാം. പിന്നെ നാട്ടിലെ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞ എൻ്റെ മോനെ, നിനക്ക് ഭൂലോകത്തൊരു പെണ്ണ് കിട്ടത്തില്ല. എടാ നീ പറഞ്ഞ കേട്ടാ തോന്നുന്നു ഞാനത് മോശപ്പെട്ട ആളെന്ന്. എടാ ഞാൻ അതൊക്കെ പണ്ടത്തെ കാര്യമാടാ. ഞാൻ ഇപ്പൊ ഡീസന്റ് ആടാ. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഞാനൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് കാലം കുറയായി. നിനക്കറിയാവോ? അത് ശരിയാ, നീ മുഖത്ത് നോക്കാറില്ല. അത് കറക്റ്റാ. നിന്നെ കൊണ്ട് എവിടെ പെണ്ണ് കാണാൻ പോയാലും നിന്റെ നാട്ടിലെ കാര്യം അവരന്വേഷിച്ച് നിന്റെ ഭൂമിശാസ്ത്രവും തിരക്കി അതങ്ങ് മുടങ്ങും. പിന്നെ അതിന്റെ തെറി കേൾക്കുന്നത് ഞാൻ. ഇതെങ്കിലും എടാ മോനെ ഒന്ന് നടക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ മിണ്ടരുത്. ഞാൻ സംസാരിച്ചോളാടാന്ന്. നിനക്ക് ബന്ധം വേണ്ടേ? ഞാൻ സംസാരിക്കുന്നത്. നീ സംസാരിക്കരുത്. ഇതെങ്കിലും നീ ഒന്ന് സംസാരിച്ച് ഒന്ന് സെറ്റാക്കി താ. എത്ര കല്യാണാലോചനയായി കയറി ഇറങ്ങി നടക്കുന്നു. ഇതെങ്കിലും സെറ്റായി. ഞാൻ പറഞ്ഞില്ലേ ശരിയാക്കി തരാടാ. ഓക്കെ അല്ലേ? ഓക്കെ ആടാ. നീ ആ ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യും. അല്ല ബെല്ലടി. സുരേന്ദ്രൻ സാർ പറഞ്ഞായിരുന്നല്ലോ. അവനെന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എഞ്ചിനീയറിംഗ് കോളേജില്. എടി ഷീലേ, ദാ അവര് വന്ന് കേട്ടോ. വാ ഇരിക്ക്. ആഹാ, വാ ഇരിക്ക്. ഇതാണോ എഞ്ചിനീയർ ആണല്ലേ? അതെ. ഞങ്ങളുടെ മോളും എഞ്ചിനീയറാ. പിന്നെ ഞങ്ങളുടെ മോളായോണ്ട് പറയല്ല, അവള് നല്ല മിടിക്കുക കേട്ടോ. നല്ലൊരു കലാകാരിയും കൂടാ കേട്ടോ. ഡാൻസും പാട്ടും ഒക്കെ പഠിച്ചിട്ടുണ്ട് അവള്. ഇൻസ്റ്റാഗ്രാമില് 20K ഫോളോവേഴ്സാ. നീ അവിടെ വിളിക്കേ. ഞാനിപ്പോ വിളിക്കാം. മോളെ ഇങ്ങോട്ടൊന്ന് വായോ. ഭയങ്കര നാണക്കാരിയാ കേട്ടോ. ഹായ്, ഐ മനു. ഹായ്. ഇതാണോ നാണക്കാരി? ആയിരിക്കും. അവിടെ പോയിരിക്കും. This is my only girl, ചക്കു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഐ മനു. നിങ്ങൾ സംസാരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഇപ്പൊ തന്നെ ഉറപ്പിച്ചാലോ? ചുമ്മാ ക്ലീഷേ ജിലേബിയിലിടും. മോന്റെ വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ. അതെ, പിള്ളേർക്ക് വല്ല സംസാരിക്കണമെങ്കിലേ അവരകത്ത് സംസാരിക്കട്ടെ. റൂമിൽ പോയി സംസാരിക്കട്ടെ. അവർ സംസാരിക്കട്ടെ. കുഴപ്പമില്ലടോ. അളിയോ, എന്നാളിയാ വീക്കെൻഡ് ആയിട്ട് പരിപാടി? ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചക്കമ്പോളെ എവനാന്നോ പയ്യൻ? നിങ്ങൾ ഇരി. എന്താ പണി? ഓ, കണ്ടിട്ട് തോന്നില്ലല്ലോ. അതൊക്കെ പോട്ടെ, എവിടാ വീട്? കൂനമാവ്. അത് നമ്മുടെ ഏരിയ ആണല്ലോ അളിയാ. കൂനമാവിൽ ഒരു പള്ളിയില്ലായിരുന്നു? എവിടാ? സെമിത്തേരില്ല? അല്ല, അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പീതാംബരൻ. അന്വേഷിക്കാം. എന്തായിരുന്നു പണി? സ്കൂൾ മാഷായിരുന്നു. അവിടെയൊക്കെ എന്നെ കിട്ടാനാ? കിട്ടത്തില്ലേ? താൻ ഒറ്റ മോനാണോ? അല്ല, എനിക്കൊരു അനിയനുണ്ട്. അപ്പൊ വീട് വേറെ കെട്ടി മാറണം. അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇല്ലയോ? സംസാരിച്ചോട്ടെ. അതൊക്കെ വരട്ടെ. ജാതകമൊക്കെ നോക്കിയായിരുന്നോ?
ഷോ അതിനൊക്കെ ഇപ്പൊ എന്തോ കാര്യം ഇരിക്കുന്ന അളിയാ. പിള്ളേർ അധികം സംസാരിക്കട്ടെ. ജാതകമൊക്കെ ചേർന്നോളും, പിള്ളേരെ കണ്ടറിയില്ല. ഉവ്വ. അത് തന്നെ ചേർന്നോളൂ, അല്ലെ നമ്മൾ എന്നാ നിങ്ങൾ എന്ന് സംസാരിക്കേ ചെല്ലേ. ഹാ, വരട്ടെ. അവളുടെ മാമൻ എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. അത് ഞാൻ ചോദിക്കും. വിളിച്ചേ. അളിയനാണെങ്കിൽ വലിയ കമ്പനിയിലെ മാനേജർ, കോടീശ്വരൻ, വലിയ കുടുംബം, ഒറ്റ മോള്. കെട്ടിച്ചു വിടുമ്പോ പയ്യന്റെ സ്വഭാവ വിശേഷങ്ങളെ പറ്റിയൊക്കെ ഒന്ന് അറിയണ്ടേ? കുടുംബത്തിൽ കയറ്റാൻ പറ്റാവുന്നവനാണോന്നൊക്കെ ചോദിച്ചറിയണമല്ലോ. അല്ലേ കൂട്ടുകാരാ? കറക്റ്റ്. ഇനി ഇവിടെ ശരീരത്തിലെ വിടാം. ആ ആ ഞങ്ങൾക്ക് പോയിട്ട് എന്തോ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് എന്നാ പോക്കോ. നിങ്ങൾ ചായ കുടിച്ചില്ലല്ലോ. നിങ്ങൾ പോക്കോ, അത്യാവശ്യമുള്ളല്ലേ. ശരി ശരി. ഞാനൊന്ന് അവരാക്കിയിട്ട് വണ്ടി പിടിച്ചോ. ഒരു ലഡ്ഡു പൊട്ടിക്കാം. ഡോണ്ട് ഫീൽ ഒരിക്കലും ഇല്ല, കുഴപ്പമില്ല. പുള്ളിക്കാരൻ ഒരു പ്രത്യേക ടൈപ്പാ. എനിക്ക് തോന്നി. പക്ഷെ സച്ചിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സന്തോഷമായില്ലേ? ഞാനേ നമ്പർ വാട്സപ്പ് അയച്ചു തരാം. നിങ്ങൾ തമ്മിൽ സംസാരിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ഓക്കെ അല്ലേ? സന്തോഷമായില്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. ഓക്കെ. നല്ല ഊറല. ആളിന് ഇതെന്തോ പരിപാടി അളിയാ കാണിച്ചേ? വീട്ടിൽ വരുന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? എന്റെ അളിയാ ഉള്ളത് പറയാല്ല. നമ്മുടെ നിലക്കും വിലക്കും ചേർന്ന ഒരു ബന്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല മാണി പോലത്തെ പയ്യന്മാരെ ഞാൻ കൊണ്ടുവന്നതല്ലേ, ഒന്നും പിടിച്ചില്ല. ഇപ്പൊ ഇവന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ദേ, നിങ്ങൾ അച്ഛനും അമ്മക്കും ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനാണ് ഈ മാമനായ ഞാൻ. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത്തിരി നീരസമൊക്കെ തോന്നും. ആ ഭവാനിയുടെ മോളുടെ കേസ് ആരാ മുടക്കിയേ? ഞാനാ മുടക്കിയേ. എന്നിട്ടെന്തായി? അവൾ എന്നെ വിളിച്ചാ നന്ദി പറഞ്ഞത്. എനിക്കാരും നന്ദിയൊന്നും വേണ്ട. എന്ന് വെച്ചാ ഇവക്കും ഇല്ലേ കുറവുകള്? ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. നിങ്ങൾ എന്ത് വേണേ ചെയ്യും. എന്തായാലും മാമന്റെ പണി ഞാൻ ഭംഗിയായിട്ട് ചെയ്തിരിക്കും. എടാ നിനക്കെന്ത് തോന്നുന്നു? എനിക്കിഷ്ടായി. സംസാരിക്കാൻ പറ്റിയില്ല, അത് മാത്രം ആകെ ഒരു കുഴപ്പമില്ല. അതല്ലടാ, ആ ചൊറിയും കളവും പറഞ്ഞു കേട്ടില്ലേ? തന്തപ്പടിയുടെ പൂത്ത കാശ്. പിന്നെ ആ പെണ്ണിനെ കാണാൻ കൊള്ളാം. അതെ അതെ അതെ, സത്യ. എന്നിട്ട് നിനക്ക് കിട്ടി ചേരേണ്ട യാതൊരു ആവശ്യമില്ല. ഞാനത് ആലോചിക്കുന്നത്. അതല്ലടാ, പെണ്ണിനെന്തോ കുഴപ്പമില്ലേന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ നോക്കിയടാ, ശരിക്കും നോക്കിയതാ, ഒരു കുഴപ്പമില്ല. എന്തോ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവളെ തന്നെ ഒന്ന് കിട്ടിയിട്ട് എല്ലാം ഒന്ന് സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതാ നല്ലത്. എനിക്കങ്ങോട്ട് ഇഷ്ടമായി വരുമായിരുന്നു. നീ അത് വിട്. നിനക്ക് ഏത് പെണ്ണിനെയാ പിന്നെ ഇഷ്ടമല്ലാത്തത്? നീ അത് വിട്. ഞാൻ പറയുന്നേക്ക്, സംസാരിച്ചൊന്ന് നോക്ക്. ഡിഫക്റ്റ് ഒന്നുമില്ല, നീ കെട്ടിക്കോ. അല്ല പിന്നെ പുല്ല്.
തലോടുന്ന തേന്നലോ മിഴിക്കോണിലഞ്ജനമോ പ്രണയാമൃതപ്പാൽ കടലോ വിണ്ണിലെ താരകൾ പോലെ വന്നുവോ കൊള്ളാം. എൻ പൂവനിയിൽ നീ മഞ്ഞിടും സന്ധ്യ കോഫിയോ ഞാനോ? കോഫിയും കൊള്ളാം. പുഞ്ചിരി മാറിവിൽ പോലെ നീലാമ്പൽ പൂവായി നീ വന്നു എന്നിൽ തൂവൽ സ്പർശം പോലെ മെല്ലെ നിൻ കൺപീലി തലോടുന്ന തേന്നലോ ഏയ്. എടാ കുഞ്ഞോനെ, നീ എന്തായി? നമ്പരൊക്കെ മേടിച്ചിട്ട് പാട്ടും പാടി നടക്കുക നിങ്ങള്? എടാ നീ അവിടെ അടുത്ത് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചോണാ. ഇല്ല എടാ, അതിനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. ആ എനിക്കറിയാം നീ ചോദിക്കത്തില്ലെന്ന്. ഞാൻ തന്നെ വണ്ടി എടുത്ത് വരുവാ. ദാ ഇന്നൊരു തീരുമാനമാക്കണം. ആ ഓക്കെ. ഡേയ് എല്ലാം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എടാ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ വേണോ? ഷേ ഇവനോട് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? എടാ നിന്റെ ജീവിത പ്രശ്നമാണ്, ഇത് വേണം, നീ ചോദിച്ചേ പറ്റൂ. എടാ ജീവിത പ്രശ്നമൊക്കെയാണ്, പക്ഷെ ഇത് എങ്ങനെയാണോ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത്? ഇത്രയും നേരം എന്തുവാടാ പൊടി മോനെ നിന്റെ അടുത്ത് പറഞ്ഞോണ്ടിരുന്നേ? ഓയ് ചോയിറാ. അതിപ്പോ അല്ലെങ്കിൽ നീ ഒരു എന്ത് സംശയം ഉണ്ടല്ലേ എന്നെ വിളിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പിന്നെ നീ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. അല്ലെ അത് വേണ്ട, ഞാനിവിടെ വന്നാലോ? വേണ്ട, ഞാൻ നോക്കിക്കോളാം. ഞാനിവിടെ വരാടാ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചോദിക്കടാ. ഇവനൊന്നും ചോദിക്കത്തില്ല എനിക്കറിയാം. എടാ ചോദിച്ചോളാ. എന്തൊരു കഷ്ടമാണ് ദൈവമേ, ഇവനെ കൊണ്ട് തോറ്റു. ഇവിടെ തെങ്ങിയിരിക്കുന്നേ. ആ എന്തു പറ്റി? സച്ചി, മാമൻ സച്ചിനെ പറ്റി അന്വേഷിച്ചായിരുന്നു. വളരെ മോശം അഭിപ്രായം. അച്ഛനും അമ്മയൊക്കെ അതിൻ്റെ ദേഷ്യത്തിലാ. എന്നെ പറ്റി എല്ലാം മനസ്സിലാക്കിയല്ലേ? എല്ലാം അറിഞ്ഞു. എന്നാ പിന്നെ നടക്കട്ടെ. ഓക്കെ, ഹലോ, ഇവിടെ വന്നിരിക്കി. എനിക്ക് ഓക്കെയാണ് സച്ചി. പാസ്റ്റ് ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഐ ഫീൽ യു ആർ എ ന്യൂ പേഴ്സൺ നൗ. സച്ചി ഓക്കെ ആണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ്. അച്ഛനമ്മേനെയൊക്കെ ഞാൻ കൺവിൻസ് ചെയ്തോളാം. സച്ചി ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ്. എന്താടാ? എന്തായി ചോദിച്ചോ? അവൾ എന്നെ പറ്റി എല്ലാം അറിഞ്ഞടാ, തെണ്ടി മോൻ വഴി. എന്നിട്ട് ഒക്കെ ഓക്കേടാ. എടാ മോനെ നീ ഉറപ്പിച്ചോ, ഇതെന്തോ വലിയ പ്രശ്നമാണ്, ഇത് വലിയ പ്രശ്നമാണ്. നീ കഴിഞ്ഞ് നീ ഒന്ന് മനസ്സിലാക്കിയോ, ഇത് ചോദിച്ച് എന്താണെന്ന് മനസ്സിലാക്കി വ്യക്തമാക്കിയിട്ട് നീ വന്നാ മതി. ആ ഓക്കെ ഓക്കെ.
ഈ ക്ലാപ്പൻ ഇത് മുടക്കും. അനു, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഓക്കെ. ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. എന്നെപ്പറ്റി അനു എല്ലാം അന്വേഷിച്ചെന്ന് പറഞ്ഞില്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. അനുവിനെ പോലെ ഞാനും ഒരു ഓപ്പൺ മൈൻഡാണ് കേട്ടോ. അതുകൊണ്ട് എന്നോട് എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ പറയാം, കുഴപ്പമില്ല. നാളെ പിന്നെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ലല്ലോ. സച്ചിക്ക് എന്താ അറിയേണ്ടത്? അല്ല, വല്ല പ്രീവിയസ് റിലേഷനോ അങ്ങനെ എന്തെങ്കിലും. അല്ല, അങ്ങനെയൊന്നും വരത്തില്ലെന്ന് എനിക്കറിയാം, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഓ, അതാണോ? എനിക്കൊരു 3 റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ വാസ് ലിവിങ് ടുഗെദർ. ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ ബൈ പറഞ്ഞു, പിരിഞ്ഞു. എന്തിനെങ്കിലും തമാശയൊക്കെ പറയുന്നത്? എനിക്കറിയത്തില്ല അനു ടൈപ്പ് ഒന്നുമില്ലെന്ന്. ടൈപ്പോ? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഓഹോ, റിലേഷൻഷിപ്പിലുള്ള എല്ലാം പെണ്ണുങ്ങൾ ആ ടൈപ്പ് ഈ ടൈപ്പ്. ഏത് ടൈപ്പ്? നിങ്ങൾ ആണുങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് കുസൃതു. ഹലോ, ഇത് ഈ ചോദ്യം ചോദിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആളൊന്നുമല്ല ഞാൻ. കല്യാണത്തിന് മുന്നേ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വല്ല ചില ഡിഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു നാട്ടുകിടപ്പാണ്. കല്യാണം കഴിഞ്ഞ് ഞാനും താനും നടന്നു പോകുമ്പോൾ നാട്ടുകാർ പറയരുതല്ലോ, ദേ കേസിട്ട് നടന്നു പോകുന്നു, ദേ കേസിട്ട് നടന്നു പോകുന്നു. അതുകൊണ്ട് ഇത്ര ഇമോഷണൽ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സച്ചി, ഐ ഫീൽ സോ പിറ്റി ഓൺ യു. എടോ, താൻ നാട്ടിൽ ചെയ്തു കൂട്ടിയ വൃത്തികേടുകളുടെ ഒരു അംശം പോലും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. സോ ഇഫ് യു കമ്പയർ, മൈ പാസ്റ്റ് ഇസ് നത്തിങ്. തന്നെ പറ്റി നാട്ടുകാർ എന്ത് പറയുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ. ആളുകൾ അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണല്ലോ സമൂഹ മഹിമ. സച്ചി, നമുക്കിതിവിടെ വെച്ച് നിർത്താം. താൻ വേറെ ഏതെങ്കിലും ഡിഫക്റ്റ് ഇല്ലാത്ത പെണ്ണിനെ പോയി കല്യാണം കഴിച്ചോളൂ. ഗുഡ് ബൈ. അനു.